സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുകയാണ്. 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. രജീഷ് നരിക്കുനി വിശദാംശങ്ങളുമായി. രജീഷ്, വീണ്ടും മഴ കനക്കുമ്പോൾ പൊതുവിൽ കേരളത്തിലെ സംസ്ഥാനത്താകെയുള്ള അവസ്ഥ എങ്ങനെയാണ്? ഏതൊക്കെ ജില്ലകളിലാണ് അലേർട്ട് സംബന്ധിച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത തന്നെയാണ്. ഈ മണിക്കൂറുകളിൽ, അതായത് 10 മണിക്ക് പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ അലേർട്ടിലാണ് 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. അതായത് തെക്കൻ കേരളത്തിന് മുകളിലേക്കായി മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ തന്നെ വരും മണിക്കൂറിൽ ശക്തമായ മഴയും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം തന്നെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. നമുക്കറിയാം, ഈ കുറച്ച് ദിവസങ്ങളായി വടക്കൻ കേരളത്തിൽ നല്ലൊരു മഴയുണ്ടായിരുന്നു. അതിനുശേഷം തെക്കൻ കേരളത്തിലേക്ക് അത് മാറി. ഇപ്പോൾ വീണ്ടും മധ്യ കേരളത്തിലേക്കും വടക്കൻ കേരളത്തിലേക്കും ആ മഴ മാറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചൈനയിലുള്ള ചുഴലിക്കാറ്റിന്റെ ഒരു സ്വാധീന ഫലമായിട്ടാണ് ഈ ഒരു വലിയ രീതിയിലുള്ള മഴ ഇപ്പോൾ കേരളത്തിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും വരും ദിവസങ്ങളിലും ഈ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം തന്നെ ഇന്ന് കടൽക്ഷോഭത്തിനും ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതിന്റെ ഭാഗമായി നൽകുന്നു. 1.1 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ അടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. കടലിൽ പോകുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം. തീരപ്രദേശത്ത് താമസിക്കുന്നവരും ഒപ്പം തന്നെ മത്സ്യബന്ധന യാനങ്ങളൊക്കെ തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നിർദ്ദേശം ഇതിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്ന ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. നാളെയും സംസ്ഥാനത്ത് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ജില്ലകളിലാണ് നാളെ ഇത്തരത്തിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. മഴ ഭീതി വിട്ടൊഴിയുന്നില്ല. പല സ്ഥലങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് രൂപം കൊണ്ടുവരുന്ന സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെയും ആലപ്പുഴ അടക്കമുള്ള മേഖലയിൽ ഇപ്പോഴും വലിയ രീതിയിൽ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് ഇന്ന് 12 ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്.